ക്വസ്റ്റ്യനിലേക്ക് കയറാം. IVP ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സാധാരണ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. സോ നമുക്ക് നേരെ അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. y double dash plus y is equal to 0 where y of 0 equal to 3 and y dash of 0 equal to minus 0.5. പ്രീവിയസ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ പ്ലേലിസ്റ്റിലെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പഠിക്കുന്നതാണ്. ഹൗ ടു സോൾവ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്തരത്തിലുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കുന്ന കാര്യമാണ്. കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് ആണ്, അതുകൊണ്ട് ക്ലിയർ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഓക്സിലറി ഇക്വേഷൻ എഴുതി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ ആൻസർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0. y ഡബിൾ ഡാഷിനെ എനിക്ക് എങ്ങനെ എഴുതാം? d സ്ക്വയർ y ബൈ dx സ്ക്വയർ പ്ലസ് y is equal to 0. d ബൈ dx ന് പകരം ഞാൻ ക്യാപിറ്റൽ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും? d സ്ക്വയർ y പ്ലസ് y is equal to 0. ഇതെല്ലാം ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, ഓൾറെഡി ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ്. പ്ലേലിസ്റ്റ് നോക്കുക, ഫസ്റ്റിലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഫുള്ള് പറയുന്നത്. രണ്ട് ടേംസിൽ നിന്ന് y പുറത്തെടുത്താൽ എന്ത് വരും? d സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു y is equal to 0. അടുത്ത സ്റ്റെപ്പിൽ ഓക്സിലറി ഇക്വേഷൻ ഈസ് d മാറ്റി m ആക്കണം. m സ്ക്വയർ പ്ലസ് 1 is equal to 0. m സ്ക്വയർ പ്ലസ് 1 equal to 0 ആണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ. അതിന്റെ ജനറലൈസ്ഡ് കൺസെപ്റ്റ് ഒക്കെ അറിയാലോ. നമുക്ക് വരുന്നത് എന്താണ്? ഒരു ഫംഗ്ഷൻ ഓഫ് d ഇൻറ്റു y equal to 0 എന്നാണ് നമുക്ക് വരുന്നത്. ദാറ്റ് ഫംഗ്ഷൻ ഓഫ് d മാറ്റി m equal to 0 എന്നാക്കണം. ദിസ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഓക്സിലറി ഇക്വേഷൻ. f of m equal to 0 ആയി വിളിക്കുന്ന പേരാണ് ഓക്സിലറി ഇക്വേഷൻ. സിമ്പിൾ ആയിട്ട് ഇവിടെ നോക്കി തന്നെ നമുക്ക് എഴുതാം. d മാറ്റി m ആക്കിയാൽ മതി. m സ്ക്വയർ പ്ലസ് 1 equal to 0 ആയി വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിലറി ഇക്വേഷൻ. സോ പ്ലസ് 1 അപ്പുറത്ത് പോകുമ്പോൾ എന്ത് വരും? -1. m സ്ക്വയർ equal to -1. m equal to റൂട്ട് -1 നെ എനിക്ക് എങ്ങനെ എഴുതാം? പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതാം. റൂട്ട് -1 നെ പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതാം. സ്പെസിഫിക്കലി 0 പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതാം. എന്തിനു വേണ്ടിയാണ്? m1 പ്ലസ് ഓർ മൈനസ് i m2 എന്നുള്ള രീതിയിൽ വായിക്കാൻ വേണ്ടിയാണ്. 3 കേസസ് പെട്ടെന്ന് എല്ലാവരും ഓർത്തെടുത്തേ. ഒരു ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 3 ചാൻസസ് ആണ് വരുന്നത്. ഫസ്റ്റ് ചാൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ റൂട്ട് വരാം, അല്ല ആദ്യമേ തന്നെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് പറയാം. ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരാം. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് കേസ്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരാം. അതായത് m1, m2 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. m1, m2 നമുക്ക് ഇതിനകത്ത് ആൻസേഴ്സ് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? c1 e raised to m1x പ്ലസ് c2 e raised to m2x. ദെൻ അടുത്ത കേസ് എന്താണ്? റിയൽ ആൻഡ് ഈക്വൽ വരുവാണെങ്കിൽ m1, m2 വേണ്ട, m1, m1 മതി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്താണ്? c1 പ്ലസ് c2x ഇൻറ്റു e raised to m1x. ദെൻ അടുത്ത കേസ് കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ്. കോംപ്ലക്സ് ആണെങ്കിൽ നമ്മുടെ m1 പ്ലസ് ഓർ മൈനസ് im2 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ആൻസർ വരുന്നത്. അതിന്റെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? e raised to m1x ഇൻറ്റു c1 cos m2x പ്ലസ് c2 sin m2x. e raised to m1x into c1 cos m2x plus c2 sin m2x. അപ്പൊ ഈ 3 കേസസ്, ഈ 3 സാധ്യതകളാണ് ഒരു ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. 3 സാധ്യതകളാണ് വരുന്നത്. ആ 3 സാധ്യതകളും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഈക്വൽ റൂട്ട് വരുന്ന കേസ്, ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട് വരുന്ന കേസ്, കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ്. ഈ ക്വസ്റ്റ്യനിൽ ഏത് കേസാ വന്നേ? നിങ്ങൾ പറഞ്ഞേ, ഏത് കേസാ വന്നേ? കോംപ്ലക്സ് റൂട്ട് ആണ് വന്നത്. m1 പ്ലസ് ഓർ മൈനസ് im2 എന്ന് പറയുന്ന കോംപ്ലക്സ് റൂട്ട് ആണ് വന്നത്. പക്ഷെ പ്ലസ് ഓർ മൈനസ് i മാത്രമേ ഉള്ളായിരുന്നു. ഒരു 0 ആഡ് ചെയ്തെന്ന് പറഞ്ഞൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. വാല്യൂ റിമെയിൻ സെയിം, വിലയ്ക്ക് വ്യത്യാസം വരുന്നില്ല. അപ്പൊ 0 പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതി. എന്തിനു വേണ്ടിയാണ് 0 പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതിയത്? ഈ ഒരു രീതി വായിക്കാൻ വേണ്ടിയാണ്. m1 പ്ലസ് ഓർ മൈനസ് im2 എന്നുള്ള രീതിയിൽ വായിക്കാൻ വേണ്ടിയാണ് ഞാൻ 0 പ്ലസ് ഓർ മൈനസ് i എന്ന് എഴുതിയത്. ഞാൻ എങ്ങനെ വായിക്കുന്നു? m1 പ്ലസ് ഓർ മൈനസ്, എനിക്ക് ഇതിന്റെ കൂടെ ഒരു 1 വേണേ എഴുതാമല്ലോ. ഐയുടെ കൂടെ 1 എഴുതിയാൽ എന്തെങ്കിലും വിലയ്ക്ക് വ്യത്യാസം വരുമോ? 1 കൊണ്ട് ഗുണിച്ചാൽ വാല്യൂ റിമെയിൻ സെയിം. പ്ലസ് ഓർ മൈനസ് m2. സോ m1 പ്ലസ് ഓർ മൈനസ് im2, m1 പ്ലസ് ഓർ മൈനസ് im2 എന്ന് വായിക്കാൻ വേണ്ടി കമ്പയർ ചെയ്തേ. m1 എന്താണ്? 0, m2 എന്ന് പറയുന്നത് എന്താണ്? 1. m1 0, m2 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇല്ല. റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇല്ല. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ.
കോംപ്ലിമെന്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? y is equal to e raised to m1x. സോ e raised to m1 എന്താണ്? 0x into c1 cos n2x. c1 cos n2 എന്താ? 1x എന്ന് പറയുമ്പോൾ x പ്ലസ് c2 sin n2x. n2 എന്ന് പറയുന്നത് ആരാ? 1x എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? x. So y is equal to e raised to 0x into c1 cos x plus എന്താണ്? c2 sin x. So y is equal to any number raised to 0 എന്ന് പറയുന്നത് എന്താണ്? 1. any number raised to 0 എന്ന് പറയുന്നത് എന്താണ്? 1. So e raised to 0 എന്താണ്? 1 ആണ്. ബാക്കി എന്ത് മാത്രമേ ഉള്ളൂ? c1 cos x plus c2 sin x. c1 cos x plus c2 sin x. So y is equal to c1 cos x plus c2 sin x ആണ് അതിന്റെ ജനറൽ സൊല്യൂഷൻ. പക്ഷെ നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം ആയതുകൊണ്ട് നമുക്ക് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ കണ്ടീഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതായത് ഈ കോൺസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കിനി അതിന്റെ പരിപാടി നോക്കാം. സോ അപ്പൊ നമ്മൾ എത്തി നിന്ന ഫൈനൽ ആയിട്ടുള്ള ഉത്തരം എന്തായിരുന്നു? y is equal to c1 cos x plus c2 sin x എന്ന ഉത്തരത്തിലാണ് നമ്മൾ എത്തി നിന്നത്. ഇനി നമുക്ക് ആദ്യത്തെ കണ്ടീഷൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? y of 0 is equal to 3. y of 0 is equal to 3 ആണ് നമ്മുടെ ഫസ്റ്റിലത്തെ ഇനിഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് എഴുതുന്നത്? y of x equal to എന്നല്ല എഴുതുന്നത്. അതായത് ഈ y യുടെ ഉള്ളിൽ വരുന്ന ആളെന്താണ്? x ന്റെ വാല്യൂ ആണ്. നമുക്ക് കിട്ടുന്ന ഉത്തരം y യുടെ ഉത്തരമാണ്. ശരിയല്ലേ? അതായത് ഈ y യുടെ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്നത് x ന്റെ വാല്യൂ. x equal to 0 ആകുമ്പോൾ y equal to എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും. x equal to 0 ആകുമ്പോൾ y is equal to 3 കിട്ടും. ഈ ഒരു ലോജിക്കാണ് ഇങ്ങനെ ഒരു കണ്ടീഷൻ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? വേറൊരു ഉദാഹരണം പറയുവാണെങ്കിൽ y of 3 equal to 4 വന്നു എന്ന് കരുതുക. y of 3 equal to 4 വന്നു എന്ന് കരുതുക. അതായത് x ന്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ എനിക്ക് y യുടെ വാല്യൂ എന്ത് കിട്ടും? 4 കിട്ടും. അതാണ് അതിന്റെ മീനിങ്. x ന്റെ വാല്യൂ 3 കൊടുക്കുമ്പോൾ എനിക്ക് y യുടെ വാല്യൂ 4 കിട്ടും. സോ അതനുസരിച്ച് ഫസ്റ്റ് കണ്ടീഷൻ y of 0 equal to 3 ആണ്. അതായത് x ന് ഈ അകത്ത് കിടക്കുന്ന 0 കൊടുക്കുമ്പോൾ y യുടെ ഉത്തരം എനിക്ക് എന്ത് കിട്ടും? 3 കിട്ടും. ഈ കണ്ടീഷൻ നമുക്ക് കിട്ടിയ ഉത്തരത്തിലോട്ട് എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടിയ ഉത്തരത്തിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു വെച്ചേക്കണം. കാരണം ഇവനാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ട് വരേണ്ടത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y ക്ക് എനിക്ക് 3 കൊടുക്കാം. സോ ദിസ് ഇംപ്ലൈസ് 3 is equal to c1 cos x ന് പകരം ഞാൻ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പ്ലസ് c2 sin x ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x ന് എങ്ങനെയാണ് 0 വന്നതെന്ന് മനസ്സിലായല്ലോ. അതായത് ഈ ഇക്വേഷനിൽ ഞാൻ y കാണുന്നിടത്തെല്ലാം 3 കൊടുത്തു, x കാണുന്നിടത്തെല്ലാം 0 കൊടുത്തു. സോ 3 equal to c1 into cos 0 എന്താണ്? 1. cos 0 എന്ന് പറയുന്നത് പെട്ടെന്ന് ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. cos 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. sin 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. സാധാരണ എപ്പോഴും വരുന്നതാണ് കേട്ടോ. ഇപ്പൊ കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും cos 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. പ്ലസ് c2 into sin 0 0 ആണ്. അപ്പൊ c2 into 0 ആയി പോകും. സോ 3 equal to എനിക്ക് c1 മാത്രമായിട്ട് കിട്ടും. അതായത് c1 equal to 3. c1 equal to ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? 3 കിട്ടി. ഇപ്പൊ കിട്ടിയ c1 ന്റെ വാല്യൂ തിരിച്ച് ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുക. അവനാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇപ്പൊ കിട്ടിയ c1 ന്റെ വാല്യൂ തിരിച്ച് ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കുക. അവനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ നമ്പർ 2. മൊത്തത്തിൽ മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് ഫൈനൽ ഉത്തരം കിട്ടും. സോ തിരിച്ച് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? y is equal to c1 ന് പകരം ഞാൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 cos x പ്ലസ് c2 sin x. y is equal to 3 cos x പ്ലസ് എന്താണ്? c2 sin x. Then അടുത്ത കണ്ടീഷൻ y dash of 0 എന്ന് പറയുന്നത് -0.5 ആണ്. y dash of 0 -0.5 ആണ്. അതായത് y യുടെ ഡെറിവേറ്റീവ് എടുത്തിട്ട് x ന് 0യും y ക്ക് -0.5ഉം കൊടുക്കണം എന്നർത്ഥം. സോ y നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? y യുടെ ഡെറിവേറ്റീവ് എടുക്കണം. സോ ഡെറിവേറ്റീവ് എടുക്കാം. y dash equal to 3 into cos x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -sin x plus c2 into sin x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. 3 into -sin x -3 sin x plus c2 into എന്ത് വരും? cos x. 3 into -sin x -3 sin x plus എന്താണ്? c2 into cos x. ഇതാണ് നമ്മുടെ y dash. നമ്മുടെ കണ്ടീഷൻ y dash of 0 എന്ന് പറയുന്നത് എന്താണ്? -0.5 ആണ്.
ശരിയല്ലേ? y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? -0.5. അതായത് അകത്ത് കിടക്കുന്നവൻ എക്സിന് 0 കൊടുക്കുമ്പോൾ എനിക്ക് y ഡാഷിന് -0.5 കൊടുക്കാം. എക്സിന് 0 കൊടുക്കുമ്പോൾ എനിക്ക് y ഡാഷിന് -0.5 കൊടുക്കാം. തൊട്ട് മേളിൽ കിട്ടി ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. y ഡാഷിന് എനിക്ക് -0.5 കൊടുക്കാം. കൂട്ടത്തിൽ ഞാൻ എക്സിന് എന്ത് കൊടുത്തോണം? 0 കൊടുത്തോണം. സോ 0 കൊടുത്തേ. -3 ഇൻറ്റു sin 0 പ്ലസ് c2 ഇൻറ്റു cos 0. സോ -0.5 ഈക്വൽ ടു sin 0 0 ആണ്. ഓർമ്മിച്ചു വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. sin 0 0 ആണ്. cos 0 1 ആണ്. സോ sin 0 0 ആകുമ്പോൾ ഈ ടേം 0 ആയി പോകും. പ്ലസ് c2 ഇൻറ്റു cos 0 1 ആണ്. c2 ഇൻറ്റു 1 c2 തന്നെയാണ്. സോ -0.5 ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? c2. തിരിച്ചെഴുതിയാൽ c2 ഈക്വൽ ടു -0.5. c2 ന്റെ വാല്യൂ എന്ത് കിട്ടി? -0.5. c1 ന്റെ വാല്യൂ 3 കിട്ടി. ഈ c2 ന്റെ വാല്യൂ തൊട്ട് മുകളിലത്തെ ഇക്വേഷൻ, അതായത് ഇവനാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഈ c2 ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആവും. അതായത് c1 ഉം c2 ഉം കണ്ടുപിടിച്ച് തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നേ ഉള്ളൂ മീനിങ്. എങ്കിലും നമുക്ക് ഇങ്ങനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി പോവാം. സോ ഈ c2 ന്റെ വാല്യൂ തിരിച്ച് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? y is equal to നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം 3 cos x പ്ലസ് c2 എന്ന് പറയുന്ന ആരാണ്? -0.5 ആണ്. സോ -0.5 sin x. 3 cos x -0.5 sin x ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം. ഇതാണ് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ട് ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഈ രീതിയിൽ കൃത്യമായിട്ട് ചെയ്തെടുക്കേണ്ടി വരും. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. അടുത്ത ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. Solve the IVP. Solve the initial value problem. Y double dash plus y dash minus 6y is equal to 0. Where y of 0 equal to 10, y dash of 0 is equal to 0. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതായത് റൈറ്റ് സൈഡ് 0 ആയതുകൊണ്ട് പർട്ടിക്കുലർ ഇന്റഗ്രൽ ഇല്ല. വ്യക്തമായിട്ട് എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫസ്റ്റ് മൊഡ്യൂളിലെ ക്വസ്റ്റൻ ആയതുകൊണ്ട് തന്നെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ മാത്രമേ ആവശ്യമുള്ളൂ. സെക്കൻഡ് മൊഡ്യൂളിലാണ് നമുക്ക് പർട്ടിക്കുലർ ഇന്റഗ്രൽ വരുന്നത്. സോ അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങാം. ആൻസർ തുടങ്ങാം. ക്വസ്റ്റ്യൻ എഴുതുക. y ഡബിൾ ഡാഷ് പ്ലസ് y ഡാഷ് മൈനസ് 6y is equal to 0. y ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് y ഡാഷ് എന്ന് പറയുന്നത് dy ബൈ ഡി എക്സ് മൈനസ് 6y is equal to 0. d ബൈ ഡി എക്സിന് പകരം നമ്മൾ ക്യാപിറ്റൽ D സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d സ്ക്വയർ y പ്ലസ് dy മൈനസ് 6y is equal to 0. y എല്ലാം കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ d സ്ക്വയർ പ്ലസ് d മൈനസ് 6 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m സ്ക്വയർ പ്ലസ് m മൈനസ് 6 ഈക്വൽ ടു 0. ഇതൊക്കെ വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്സിലറി ഇക്വേഷൻ d മാറ്റി m ആക്കിയാൽ മതി. m സ്ക്വയർ പ്ലസ് m മൈനസ് 6 ഈക്വൽ ടു 0. ഇവനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്തെടുക്കണം. സമ്മും പ്രോഡക്റ്റ് എടുക്കാം അല്ലെ? സം എന്ന് പറയുന്നത് m ന്റെ കോഎഫിഷ്യന്റ് 1, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഇൻറ്റു കോൺസ്റ്റന്റ് 1 ഇൻറ്റു കോൺസ്റ്റന്റ് മൈനസ് 6. രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ 1 വരണം, ഗുണിച്ചാൽ -6 വരണം. ഏതൊക്കെയാണ്? 3ഉം 2ഉം അല്ലേ? സോ നമ്പേഴ്സ് 3ഉം 2ഉം ആണ്. സൈൻ നമുക്ക് നോക്കാം. 3ഉം 2ഉം ആണ്. 3ഉം 2ഉം കൂട്ടിയാൽ 6 വരുന്നുണ്ട്, ഗുണിക്കുമ്പോഴത്തേക്കിനും 3ഉം 2ഉം ഗുണിച്ചാൽ 6 വരുന്നുണ്ട്, കൂട്ടുമ്പോൾ 1 വരണം. അപ്പൊ ഞാൻ 3ഉം -2ഉം കൊടുത്താൽ പോരെ? ശരിയല്ലേ? ഞാൻ രണ്ട് നമ്പേഴ്സ് ചൂസ് ചെയ്തു. 3ഉം -2ഉം. 3 -2 കൂടെ കൂട്ടിയാൽ എനിക്ക് 1 വരത്തില്ലേ? 3 -2 കൂട്ടിയാൽ 1 കിട്ടും. 3 -2 കൂടെ ഗുണിച്ചാൽ എനിക്ക് -6 കിട്ടും. സോ ഇതാണ് നമ്മുടെ നമ്പേഴ്സ്. സോ m പ്ലസ് 3 ഇൻറ്റു m മൈനസ് 2 ഈക്വൽ ടു എന്താണ്? 0. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് എന്ത് ചെയ്യുക? -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac/2a വെച്ചിട്ട് സോൾവ് ചെയ്ത് വരുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഇതേ രണ്ട് ഉത്തരങ്ങൾ ഇപ്പൊ കിട്ടുന്ന ഉത്തരങ്ങൾ തന്നെ കിട്ടും. സോ a ഇൻറ്റു b ഈക്വൽ ടു 0 ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ a 0 ആവണം, അല്ലെങ്കിൽ b 0 ആവണം. അതായത് ഒന്നില്ലെങ്കിൽ m പ്ലസ് 3 0 ആവണം, അല്ലെങ്കിൽ m മൈനസ് 2 0 ആവണം. അതായത് ഇവിടുന്ന് m ന്റെ വാല്യൂ -3 കിട്ടും, ഇവിടുന്ന് m ന്റെ വാല്യൂ +2 കിട്ടും. ഈ -3 കിട്ടുന്ന എങ്ങനെയാ? +3 അപ്പുറത്ത് പോകുമ്പോൾ -3 ആവും, -2 അപ്പുറത്ത് പോകുമ്പോൾ +2 ആവും. ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഒരു സംശയമില്ലാത്ത പോർഷൻസ് ആണ്. ഇത് ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സമ്മും പ്രോഡക്റ്റും പെട്ടെന്ന് ചിലർക്ക് കിട്ടത്തില്ല നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ. അങ്ങനെയുള്ളവർ എന്ത് ചെയ്താൽ മതി? -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac/2a വെച്ച് സോൾവ് ചെയ്യുമ്പോഴും ഇതേ ഉത്തരങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ദെൻ നമ്മുടെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയേ. ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 3 രീതിയിൽ വരാമെന്ന് പറഞ്ഞു. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് വരാം,
ഈക്വൽ റൂട്ട്സ് വരാം, കോംപ്ലക്സ് റൂട്ട് വരാം. ഇതെന്താണ്? റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് അതിന്റെ സൊല്യൂഷൻ എങ്ങനെ വരും? C1 e⁻m1x പ്ലസ് C2 e⁻m2x. കഴിഞ്ഞ ക്വസ്റ്റിനിൽ ചെയ്ത് എന്തായിരുന്നു? കോംപ്ലക്സ് ആയിരുന്നു. അതായത് e⁻m1x ഇൻറ്റു C1 cos m2x പ്ലസ് C2 sin m2x യൂസ് ചെയ്യണമായിരുന്നു. പക്ഷെ ഇവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് C1 e⁻m1x പ്ലസ് C2 e⁻m2x മാത്രം നമുക്ക് യൂസ് ചെയ്യണം മതി. സോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ y is equal to C1 e⁻m1 എന്ന് പറയുമ്പോൾ -3x പ്ലസ് C2 e⁻m2 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2x. സോ ഇതാണ് നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അഥവാ ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ. അവനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? ഇക്വേഷൻ നമ്പർ 1 എന്നുള്ള പേരിട്ട് വിളിക്കാം. ഇനി ഇവനിലേക്ക് ഈ ഇനിഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് C1 ഉം C2 ഉം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് കൊടുക്കാം. y of 0 is equal to എന്താണ്? 10. y of 0 is equal to 10. അതായത് എക്സിന്റെ പ്ലേസിൽ അകത്ത് കിടക്കുന്നവൻ എക്സ് ആണെന്ന് പറഞ്ഞായിരുന്നല്ലോ, മുമ്പേ പറഞ്ഞ ഓർമ്മയുണ്ടോ? എക്സിന് 0 കൊടുത്താൽ ഈ വൈയുടെ ഉത്തരമായിട്ട് എനിക്ക് എന്ത് കിട്ടും? 10 കിട്ടും. ഈ കണ്ടീഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അവനാണ് ഇക്വേഷൻ നമ്പർ 2. അത് നമുക്ക് നോക്കാം എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? വൈക്ക് പകരം ഞാൻ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 10 ഈക്വൽ ടു C1 ഇൻറ്റു e⁻3 ഇൻറ്റു 0 0 വരും പ്ലസ് C2 ഇൻറ്റു e⁻2 ഇൻറ്റു 0 0 വരും. ശരിയല്ലേ? അതായത് 10 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? C1 പ്ലസ് C2. തിരിച്ചെഴുതിയാൽ C1 പ്ലസ് C2 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി? 10. C1 പ്ലസ് C2 ഈക്വൽ ടു 10. ഇത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് C1 ഒരിടത്തും C2 മറ്റൊരിടത്തുമാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവനെ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നെ ഇടാം. ഡെറിവേറ്റീവ് എടുത്ത് അടുത്ത കണ്ടീഷനും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമുക്ക്. എന്നിട്ട് ബാക്കി എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇവൻ ഒരു ഇക്വേഷൻ ആയിട്ട് കിടക്കട്ടെ, എങ്കിൽ ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കിടക്കട്ടെ. നമ്മുടെ എയിം അൾട്ടിമേറ്റ്ലി എന്താണ്? C1 ഉം C2 ഉം കണ്ടുപിടിക്കുക, ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ജോലി. സോ അപ്പൊ നമുക്ക് ഇനി ആ ജോലി എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ അപ്പൊ ബാക്കി പരിപാടി നോക്കാനായിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഞാനൊന്ന് എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി ഇപ്പൊ നമുക്ക് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ നോക്കാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് എന്താണ്? y dash of 0 is equal to 0. അതായത് എക്സിന്റെ പ്ലേസിൽ എനിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അകത്ത് കിടക്കുന്നവനാണ് എക്സ്, അവന്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y ഡാഷിന്റെ പ്ലേസിൽ എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് അതിന്റെ മീനിങ്. ദെൻ അതിനുവേണ്ടി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y ഡാഷ് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ y മാത്രമല്ലേ ഉള്ളൂ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? y ഡാഷ് കിട്ടും. സോ y ഡാഷ് എന്ന് പറഞ്ഞ എല്ലാവരും ശ്രദ്ധിച്ചൊന്ന് ഡെറിവേറ്റീവ് എടുത്തേ. y ഡാഷ് ഈക്വൽ ടു C1 ഇൻറ്റു e⁻x ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e⁻x തന്നെയാണ്. സോ e⁻−3x കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്നവന്റെ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ. ചെയിൻ റൂൾ അനുസരിച്ച് അകത്ത് കിടക്കുന്നവന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അകത്ത് കിടക്കുന്നവൻ ആരാണ്? -3x ആണ്. -3x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? -3. x ന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ -3x ന്റെ ഡെറിവേറ്റീവ് -3 ഇൻറ്റു x ന്റെ ഡെറിവേറ്റീവ് 1. -3 ഇൻറ്റു 1 എന്താണ്? -3. അത് വിട്ടുപോകരുത്. പ്ലസ് C2 ഇൻറ്റു സിമിലർലി e⁻2x ന്റെ ഡെറിവേറ്റീവ് e⁻2x തന്നെ. കാരണം e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെ ആയതുകൊണ്ട്. പക്ഷെ അകത്ത് കിടക്കുന്നവൻ 2x ആണ്. 2x ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2 കൊണ്ട് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അപ്പൊ ഇൻറ്റു എന്ത് വരും? 2 കൂടി വരും. സോ y ഡാഷ് ഇസ് ഈക്വൽ ടു -3C1 e⁻−3x പ്ലസ് 2C2 e⁻2x. സോ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയം വരാനൊന്നും സാധ്യതയില്ല. എല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് ഇവിടെ വരെ വന്നത്. സോ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? y ഡാഷ് കിട്ടി. ഇനി ഈ y ഡാഷിലേക്ക് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഈ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. x ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എനിക്ക് y ഡാഷിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ y ഡാഷിന്റെ പ്ലേസിൽ എനിക്ക് 0 കൊടുക്കാം. കറസ്പോണ്ടിംഗ്ലി റൈറ്റ് സൈഡിൽ കാണുന്ന എക്സിനെല്ലാം ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? 0 കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് വരും? -3C1 e⁻, ഇവിടെ x കണ്ടു, -3 ഇൻറ്റു 0 എന്താണ്? 0 ആണ്. പ്ലസ് 2 ഇൻറ്റു C2 ഇൻറ്റു e⁻2 ഇൻറ്റു 0 0 ആണ്. അപ്പൊ e⁻0. എനി നമ്പർ റേസ് ടു 0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ശരിയല്ലേ? എനി നമ്പർ റേസ് ടു 0 1 ആണ്. അപ്പൊ അതനുസരിച്ച് 0 ഈക്വൽ ടു -3C1 പ്ലസ് എന്ത് വരും? 2C2. -3C1 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 3C1 ഈക്വൽ ടു 2C2. അവിടെ നിന്ന് എനിക്ക് C1 മാത്രമായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ 2/3C2 എന്ന് എഴുതാം. ശരിയല്ലേ? 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ. സോ C1 ഈക്വൽ ടു 2/3 എന്ത് വന്നു? C2 വന്നു. ദിസ് ഈസ് അവർ ഇക്വേഷൻ നമ്പർ 3. ശരിയല്ലേ? ഇനി ഇപ്പൊ ഇക്വേഷൻ നമ്പർ 2ഉം ഇക്വേഷൻ നമ്പർ 3യും കൂടെ സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? C1 ഉം കിട്ടും, C2 ഉം കിട്ടും. ആ C1 ന്റെയും C2 ന്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്തായി?
ഫൈനൽ സൊല്യൂഷൻ ആയി. ക്ലിയർ ആയിട്ട് പ്രൊസീജിയർ പിടികിട്ടിയോ? ദെൻ ഇപ്പം സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 3 in 2 ചെയ്താൽ മതി, കാരണം C1 മാത്രമായിട്ടൊരു ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ നമ്പർ 3 ഇൻ എന്താണ് ഇക്വേഷൻ നമ്പർ 2. C1 കാണുന്നിടത്ത് എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 2/3 C2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ? 2/3 C2 പ്ലസ് C1 അടുത്ത് എനിക്ക് എന്ത് കൊടുത്തു? 2/3 C2 കൊടുത്തു. ബാക്കി എന്തുണ്ട്? പ്ലസ് C2 ഈക്വൽ ടു 10 ഉണ്ട്. മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അല്ലെങ്കിൽ മൊത്തത്തിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2C2 പ്ലസ് 3C2 ഈക്വൽ ടു 30 എന്ന് വരും. ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും പിടി കിട്ടിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇവിടെ ബൈ 3 ഉണ്ട്, അവനെ കളയണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? ത്രൂ ഔട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇപ്പൊ ഇവിടെ ഒരു 3 വരുമ്പോൾ 3 കട്ടായി പോയിട്ട് ബാക്കി 2C2 ആവും. ഇവിടെ 3 വരുമ്പോൾ 3C2 ആവും. ഇവിടെ 3 വരുമ്പോൾ 3 × 10 എന്ത് വരും? 30. 2C2 3C2 കൂടെ കൂട്ടിയാൽ എന്ത് വരും? 5C2 ഈക്വൽ ടു 30. അവിടുന്ന് C2 വാല്യൂ എന്ത് കിട്ടും? 30 ഡിവൈഡഡ് ബൈ 5. ശരിയാണല്ലോ? 30/5 എന്താണ്? 6. സോ അപ്പൊ C2 വാല്യൂ എനിക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഈ C2 വാല്യൂ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? C1 വാല്യൂ കിട്ടും. നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2/3 ഇൻറ്റു C2 പകരം എനിക്ക് ഇനി എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. കട്ട് ചെയ്യുമ്പോൾ 2 × 2 എന്ത് കിട്ടും? നമുക്ക് 4 കിട്ടും. ഇത്രയും സ്റ്റെപ്സ് സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്ക് C1 വാല്യൂ 4 കിട്ടി, C2 വാല്യൂ 6 കിട്ടി. ഈ C1 C2 വാല്യൂ ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ നമ്മുടെ അവസാനത്തെ സൊല്യൂഷൻ ആയി. സോ അപ്പൊ നമ്മുടെ അവസാനത്തെ സൊല്യൂഷൻ ഞാൻ ഈ ഒരു സ്പേസിൽ എഴുതുവാണ്. y is equal to C1 പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? C1 പകരം 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C2 പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ എന്ത് വരും? 4e - 3x പ്ലസ് C2 പകരം 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 6e 2x. സോ ഇതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ. 4e - 3x പ്ലസ് എന്താണ്? 6e 2x. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ നമുക്ക് ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോ അപ്പൊ ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ പല ടൈപ്പുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കോംപ്ലക്സ് റൂട്ട് വരുന്നത് ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട് വരുന്നത് ചെയ്തു. ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈക്വൽ റൂട്ട് വരുന്ന കേസ് ആണ്. ഈക്വൽ റൂട്ട് വരുന്ന കേസ് ഉള്ള ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം. സോ അതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു ഹയർ ഓർഡർ വന്നാൽ, തേർഡ് ഓർഡർ വന്നു കഴിഞ്ഞാൽ, സെക്കൻഡ് ഓർഡർ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ തേർഡ് ഓർഡർ വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം കൂടെ എങ്ങാനും ഒരു എസ്എ ക്വസ്റ്റ്യൻ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് നമുക്ക് തേർഡ് ഓർഡറും കൂടെ ഒന്ന് പഠിക്കണം. അപ്പൊ അതോടുകൂടി ആ ഒരു ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലത്തിന്റെ സെക്ഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ റോൺസ്കിയൻ റിലേറ്റ് ചെയ്യുന്ന ലീനിയർ ഇൻഡിപെൻഡൻസ് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ബേസിസുകൾ തന്നിട്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാൻ പറയുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യുമ്പോൾ മൊഡ്യൂൾ 1 മിക്ക പോർഷൻസും കംപ്ലീറ്റ് ആവും. സോ അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ചെയ്ത് നോക്കാം. സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y double dash plus y dash plus 0.2y is equal to 0 where y of 0 equal to 3 and y dash 0 is equal to minus 3.5. സോ മിക്ക മൊഡ്യൂൾസിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻസ് പ്ലേലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിടപ്പുണ്ട്. മൊഡ്യൂൾ വൈസ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്ത പോർഷൻസ് ആണ് നമ്മളിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. സോ ആൻസറിലേക്ക് നമുക്ക് വരാം. സോൾവ് ദി ഇനിഷ്യൽ വാല്യൂ പ്രോബ്ലം y double dash plus y dash plus 0.25y is equal to 0. അതായത് d square y by dx square plus dy by dx plus 0.25y is equal to എന്താണ്? 0. d by dx ന് പകരം ക്യാപിറ്റൽ d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? d square y plus dy plus 0.25y is equal to 0. y എല്ലാം പുറത്തെടുക്കുകയാണെങ്കിൽ d square plus d plus 0.25 into y is equal to 0. ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? d മാറ്റി m ആക്കിയാൽ മതി. m square plus m plus 0.25 is equal to 0. ഇതെന്താണ്? m square plus m plus 0.25. വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇത് m plus 0.5d whole square ആണ്. m square plus m plus 0.25 എന്താണ്? m plus 0.5 whole square ആണ്. സംശയം ഉണ്ടെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. m square plus 2ab 2 into m into 0.5 2 into 0.5 1 അല്ലേ? സോ 1m അതായത് m plus b square 0.5 സ്ക്വയർ 5 സ്ക്വയർ 25 ആണ്. അപ്പൊ 0.5 into 0.5 0.25 വരും. 0.25 ശരിയല്ലേ?
അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി എഴുതാൻ പറ്റണം. m പ്ലസ് 0.5 ഹോൾ സ്ക്വയർ. സപ്പോസ് ഇങ്ങനെ തോന്നുന്നില്ല എന്ന് വെക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, മൈനസ് ബി പ്ലസ് ഓർ മൈനസ്, ഡെസിമൽ ആയതുകൊണ്ട് തന്നെ സമ്മും പ്രോഡക്റ്റും എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a വെച്ച് തന്നെ ചെയ്തു വരിക. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 0.5 എന്ന് 2.5 ഉത്തരം കിട്ടും. സോ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, സ്ക്വയർ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് എക്സ് സ്ക്വയറിനെ എനിക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പൊ m പ്ലസ് 0.5ന്റെ സ്ക്വയറിനെ എനിക്ക് m പ്ലസ് 0.5 ഇൻറ്റു m പ്ലസ് 0.5 എന്ന് എഴുതാം. സോ m പ്ലസ് 0.5 ഇൻറ്റു m പ്ലസ് 0.5 ഈക്വൽ ടു എന്താണ്, 0. a ഇൻറ്റു ബി ഈക്വൽ ടു 0 ആണ്. ഒന്നിലെ a 0 ആവണം അല്ലെങ്കിൽ b 0 ആവണം. അതായത് m പ്ലസ് 0.5 0 ആവണം. ഇവിടെ എന്ത് തന്നെയാണ്, m പ്ലസ് 0.5 0 ആവണം. അതായത് എമ്മിന്റെ വാല്യൂ എനിക്ക് മൈനസ് 0.5 കിട്ടാം. ഇവിടുന്ന് എനിക്ക് എമ്മിന്റെ വാല്യൂ എന്ത് കിട്ടാം, മൈനസ് 0.5 കിട്ടാം. രണ്ട് ഉത്തരങ്ങളും സെയിം ആണ്, ഈക്വൽ റൂട്ട്. ഇപ്പൊ 3 കേസും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലായല്ലോ. കോംപ്ലക്സ് റൂട്ട് വരുന്ന കേസ് നമ്മൾ ആദ്യം ചെയ്തു, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് റൂട്ട് വരുന്ന കേസ് ചെയ്തു, റിയൽ ആൻഡ് ഈക്വൽ എന്ന കൺസെപ്റ്റ് ആണ് ഇവിടെ നമുക്ക് വരുന്നത്. സോ ഈക്വൽ റൂട്ട് ആണെങ്കിൽ നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം y is equal to എന്താണ്, കോംപ്ലിമെന്ററി ഫംഗ്ഷൻ അഥവാ y is equal to c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു m1x. m1 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 0.5 ആണ്, മൈനസ് 0.5x. സോ c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു മൈനസ് 0.5x എന്നാണ് നമ്മുടെ ഉത്തരം. ഇതിനെ എന്തെന്ന് വിളിക്കുക, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ക്ലിയർ അല്ലേ? ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ അഥവാ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് നോക്കാം. y of 0 is equal to 3. y of 0 equal to 3. അതായത് y of x equal to 3 എന്നാണ് ശരിക്കും മീനിങ്. x ന്റെ പ്ലേസിൽ എനിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y യുടെ പ്ലേസിൽ എനിക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സിമിലർ ലോജിക്. സോ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കിയേ. y ക്ക് ഞാൻ 3 കൊടുത്തു, x ന് എന്ത് കൊടുത്തോണം, ഞാൻ 0 കൊടുത്തോണം. c1 പ്ലസ് c2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്, ഇൻറ്റു e റൈസ് ടു മൈനസ് 0.5 ഇൻറ്റു 0 എന്ന് പറയുന്നതും 0 ആണ്. സോ 3 ഈക്വൽ ടു c1 ന്റെ കൂടെ 0 കൂട്ടിയാൽ c1 തന്നെ. ഇനി നമ്പർ റൈസ് ടു 0 1 ആണ്. c1 ഇൻറ്റു 1 എന്ത് തന്നെയാണ്, c1 തന്നെയാണ്. അതായത് c1 ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടി, 3 കിട്ടി. ഈ c1 ന്റെ വാല്യൂ എന്ത് ചെയ്യണം, ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അപ്പൊ നമുക്ക് കിട്ടിയ y യുടെ വാല്യൂ അഥവാ ഇക്വേഷൻ നമ്പർ 1 തൊട്ട് മുമ്പേ നമുക്ക് കിട്ടിയ c1 ഈക്വൽ ടു 3 ഞാനൊന്ന് എടുത്തെഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, c1 ഈക്വൽ ടു 3 ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, y ഈക്വൽ ടു c1 കാണുന്നിടത്ത് ഞാൻ എന്ത് കൊടുക്കണം, 3 കൊടുക്കണം. 3 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു മൈനസ് 0.5x. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള പരിപാടി നോക്കണം. y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു മൈനസ് 3.5. അതിനുവേണ്ടി നമ്മൾ മുന്നോടിയായിട്ട് എന്ത് കണ്ടുപിടിച്ച് വെക്കണം, y മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, y ഡാഷ് നമുക്ക് വേണം, അഥവാ y യുടെ ഡെറിവേറ്റീവ് നമുക്ക് വേണം. സോ y ഡാഷ് വേണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, y ഡാഷ് ഇസ് ഈക്വൽ ടു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, രണ്ട് ഫംഗ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവനെ മൊത്തമായിട്ടൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം, ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നവനെ മുഴുവനായിട്ടൊരു ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. e റൈസ് ടു മൈനസ് 0.5x രണ്ടാമത്തെ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫംഗ്ഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫംഗ്ഷൻ. രണ്ട് ഫംഗ്ഷൻസ് പ്രോഡക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഫസ്റ്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്ത് വരും, 3 പ്ലസ് c2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, സെക്കൻഡിന്റെ ഡെറിവേറ്റീവ്. e റൈസ് ടു x ന്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്, e റൈസ് ടു x തന്നെയാണ്. സോ e റൈസ് ടു മൈനസ് 0.5x തന്നെയാണ്. ഇൻറ്റു കഴിഞ്ഞില്ല, അകത്ത് കിടക്കുന്നവൻ മൈനസ് 0.5x, അവന്റെ ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് 0.5. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. പ്ലസ് അപ്പൊ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി എന്താണ്, സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സെക്കൻഡ് ആരാണ്, e റൈസ് ടു മൈനസ് 0.5x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. 3യുടെ ഡെറിവേറ്റീവ് 0 ആണ്. c2 കോൺസ്റ്റന്റ് മാറ്റി നിർത്തി, എക്സിന്റെ ഡെറിവേറ്റീവ് എന്തായി പോയി, 1 ആയി പോയി. ഫസ്റ്റിന്റെ ഡെറിവേറ്റീവ് എഴുതിയ മനസ്സിലായായിരുന്നോ, 3യുടെ ഡെറിവേറ്റീവ് 0 ആയി പോയി, പ്ലസ് c2 ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. അതായത് 0 പ്ലസ് c2 എന്ത് തന്നെയാണ്, c2 തന്നെയാണ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ഇനിഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. y ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 3.5 ആണ്. അതായത് y ഡാഷ് ഓഫ് x അല്ലേ, ശരിക്കും x ന് 0 കൊടുത്താൽ y ഡാഷിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, മൈനസ് 3.5 കൊടുക്കാം. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, y ഡാഷിന് പകരം എനിക്ക് മൈനസ് 3.5 കൊടുക്കാം. കറസ്പോണ്ടിംഗ്ലി ഈ x കാണുന്നിടത്തെല്ലാം ഞാൻ എന്ത് കൊടുത്തോണം, 0 കൊടുത്തോണം. അപ്പൊ കൊടുക്കുമ്പോൾ എന്ത് വരും, 3 പ്ലസ് c2 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. e റൈസ് ടു മൈനസ് 0.5 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 ആണ്. ഇൻറ്റു മൈനസ് എന്ത് കിടപ്പുണ്ട്, 0.5 ഇൻറ്റു മൈനസ് 0.5
പ്ലസ് ഇ റൈസ് ടു മൈനസ് 0.5 ഇൻറ്റു 0 0 ആണ് ഇൻറ്റു എന്ത് വരും C2 അതായത് മൈനസ് 3.5 ഇസ് ഈക്വൽ ടു 3 പ്ലസ് 0 എന്ന് പറയുന്നത് 3 ആണ് 3 ഇൻറ്റു ഇ റൈസ് ടു 0 എന്ന് പറയുന്നത് എന്താണ് 1 ആണ് ബാക്കി എന്ത് കിടപ്പുണ്ട് മൈനസ് 0.5 കിടപ്പുണ്ട് പ്ലസ് ഇ റൈസ് ടു 0 1 ആണ് ബാക്കി 1 ഇൻറ്റു C2 എന്താണ് C2 അതായത് മൈനസ് 3.5 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു മൈനസ് 0.5 എന്താണ് മൈനസ് 1.5 3 15 ഒരു പോയിന്റ് മാറ്റി കുത്തിടുമ്പോൾ 1.5 മൈനസ് അതുപോലെ തന്നെ ഇട്ടു പ്ലസ് എന്ത് വരും C2 സോ അപ്പൊ നമുക്ക് C2 വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓൾറെഡി ഇവിടെ മൈനസ് 3.5 കിടപ്പുണ്ട് മൈനസ് 1.5 ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും പ്ലസ് 1.5 C2 ഈക്വൽ ടു മൈനസ് 3.5 പ്ലസ് 1.5 3.5 1.5 പോയാൽ ബാക്കി 2 വലുത് 3.5 ആയതുകൊണ്ട് സൈൻ എന്ത് വരും മൈനസ് സോ ദ ആൻസർ ഈസ് -2 പ്ലസ് മൈനസ് ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യട്ടോ അപ്പൊ നമുക്ക് ആൻസർ എന്ത് കിട്ടി -2 അപ്പൊ C1 കിട്ടി C2 കിട്ടി C1 ന്റെ വാല്യൂ 3 കിട്ടി C2 ന്റെ വാല്യൂ -2 കിട്ടി C1 ന്റെയും C2 ന്റെയും വാല്യൂ ഇക്വേഷൻ നമ്പർ 1 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ സോ അപ്പൊ ഫൈനൽ സൊല്യൂഷൻ y is equal to C1 ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 3 പ്ലസ് C2 ന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം C2 ന്റെ കൂടെ x ഉണ്ട് ഇൻറ്റു e raised to minus 0.5x സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള സൊല്യൂഷൻ 3 minus 2x into e raised to എന്താണ് -0.5x സോ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് എക്സാം സ്പെഷ്യൽ വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം സോ ടാറ്റ